എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസിൻ്റെ തലേദിവസം ഞങ്ങൾ ക്രിസ്മസിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അധികം വൈകാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നും ഞങ്ങൾ ആ സെയിം മാർക്കറ്റിലേക്കാണ് പോണേ. കാരണം ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ അന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ശനിയാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. അത്യാവശ്യം നല്ല മഴയും അതേപോലെ തന്നെ മൂടൽമഞ്ഞുള്ള ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ മാർക്കറ്റിൽ നല്ല തിരക്ക് തന്നെയാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച സെയിം മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ക്രിസ്മസിന് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ സ്ട്രോബെറി ഒക്കെ നല്ല ഡീലുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് അല്ലേ നാളെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ബേക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വാങ്ങിച്ചതാ. പിന്നെ എന്താ സബോള വാങ്ങിച്ചു, കോളിഫ്ലവർ വാങ്ങിച്ചു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നല്ല ഓഫറിൽ ഡീലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടകൾ കൂടി പോവാണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടാണ് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ. പിന്നിലിരുന്ന് ഹായ് പറയുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി ഡോളറമ്മിൽ പോയിട്ട് ബേക്കിംഗ് ട്രേയും ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിരുന്നു. വേറെ ഒന്നല്ല, എനിക്ക് കഴിഞ്ഞ ആഴ്ച വെക്കേഷൻ തുടങ്ങിയതാണ് കോളേജിൽ. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജോലിയും ക്ലാസ്സൊക്കെ ആയിട്ട് ഒരു തരത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് സെമസ്റ്റർ എൻഡിങ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വർക്കൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സമാധാനിച്ചിരുന്നു, ഒരു 3 ആഴ്ച വെക്കേഷൻ ഉണ്ട്, അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് വേഗം വേഗം അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ആ വീക്കെൻഡാണ് ഞങ്ങൾ വിൻസർ പോയത്. ഫ്രണ്ടിൻ്റെ ബേബീൻ്റെ ആയിട്ട് ബേബീനെ കാണാൻ പോയതാണ്. ആ പോക്കിൽ തണുപ്പടിച്ചിട്ടാണ് തോന്നുന്നു. പിന്നെ ചെറുതായിട്ട് കോൾഡ് ഉണ്ടായിരുന്നു. ജാക്സൺ പാർക്ക് എന്നിട്ട് അവിടെ ഒരു പാർക്ക് ഉണ്ട്, നല്ല പാർക്ക്. അവിടെ ഇങ്ങനെ ക്രിസ്മസ് സ്പെഷ്യൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗൊക്കെ വരുന്നുണ്ട്. എന്നാ വരണേന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതും കൂടി കാണാൻ പോയിട്ട് തണുപ്പടിച്ചിട്ടൊക്കെയാന്ന് തോന്നുന്നു. ഫുള്ള് ശബ്ദം പോയി. എന്താ പറയുക, തിങ്കളും ചൊവ്വയും എനിക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ശബ്ദം എന്താ പറയുക ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പോയപ്പോൾ പിന്നെയും തണുപ്പടിച്ചിട്ടാന്ന് തോന്നുന്നു, പിന്നെയും ശബ്ദം പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫുൾ ടൈം ആക്കിയില്ല ജോലി. അപ്പോൾ ത്രൂ ഔട്ട് ഈ വീക്ക് ഫുള്ള് ജോലിയായിരുന്നു. രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്ക് വരുള്ളായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ആകെ വശക്കേടായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് അതിന് വേണ്ടിയിട്ട് തന്നെ എത്രയോ ദിവസം മുന്നേ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോസാണെന്നറിയാം. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും ശബ്ദം ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി പതുക്കെ പരിപാടികളിലേക്ക് തുടങ്ങണം. അതായത് നാളെ പരിപാടിക്ക് പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ഡെസേർട്ടും അതേപോലെ തന്നെ സ്നാക്കും ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടികളാണ്. അപ്പോൾ ഇനി ഫുള്ള് കുക്കിംഗ് ആയിരിക്കും ഇന്നത്തെ ദിവസം. സ്നാക്കായിട്ട് അപ്പം ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കണേ. അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെസേർട്ടായിട്ടൊരു സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കണേ. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോണ കേക്കാണ്. എനിക്കറിയില്ല അങ്ങനത്തെ കോമ്പിനേഷൻസിലെ കേക്ക് വന്നിട്ടുണ്ടോയെന്ന്. എന്തായാലും ഈ ക്രിസ്മസിന് എന്തായാലും ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കേക്കാണ്. അതെന്തായാലും ഇപ്പോൾ സർപ്രൈസാണ്. എന്തായാലും വീഡിയോയുടെ അവസാനം കാണാമല്ലോ. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ അതേ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചിക്കൻ കട്ട്ലേറ്റിനുള്ള പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സർപ്രൈസ് കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്കും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓവനിൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നാം. കാരണം ഇത് എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു മോഡലാണ്. അതായത് ഇത് മുക്കി പൊരിക്കുമ്പോൾ ബ്രെഡൊന്നും ചേർക്കില്ല, ജസ്റ്റ് എഗ്ഗിൽ മുക്കിയാണ് പൊരിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ് നല്ല പോലെ ഫ്രൈ ആക്കി നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അതൊക്കെ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു സ്പെഷ്യൽ ഇതാണ്. അതൊക്കെ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജിബിൻ വന്നിരുന്ന് എനിക്ക് കട്ട്ലേറ്റിന് വേണ്ടിയുള്ള അതൊക്കെ പരത്തി തന്നു. അപ്പോൾ ഞാൻ വേഗം വേഗം ഒരു സൈഡിൽ നിന്ന് അങ്ങനെ വറുത്തെടുക്കുകയായിരുന്നു. കാരണം അത്യാവശ്യം ലേറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പരിപാടികൾ അവസാനിപ്പിച്ചാലാണ് അടുത്ത കേക്കിൻ്റെ ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് റെസിപ്പി പറയാൻ നിന്നതിന് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. ഇപ്പം സമയം രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, കേക്കൊക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സെറ്റ് ചെയ്യണത് നാളെ ചെയ്യുള്ളൂ കേക്കിൻ്റെ. കാരണം ഇനിയിപ്പോൾ രാത്രി ഉറക്കം വല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല. പിന്നെ വേറെ കുറേ പരിപാടികളൊക്കെ ചെയ്യാണ്ട് കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറേ പാത്രങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴുകണം. അതെല്ലാം കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി നാളെ രാവിലെ എണീറ്റിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്കിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന കേക്കായിരുന്നു ഡ്രീം കേക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് 5 ലെയർ ഓൾമോസ്റ്റ് സിമിലർ ഫ്ലേവേഴ്സ് ഒക്കെ അല്ല അതിൽ ആഡ് ചെയ്യണേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു 10 ലെയറിൽ കുറച്ചധികം ഫ്ലേവേഴ്സ് വെച്ചിട്ട് അങ്ങനെ ഒരു കേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി കുറച്ച് ഫ്ലേവേഴ്സ് ആണെന്ന് ഇതിൽ
ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്കാണ്, ചോക്ലേറ്റ് സ്പോഞ്ച്. അതിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ട് വെക്കുന്നത് ന്യൂട്രല്ല ക്രീമാണ്. അത് കഴിഞ്ഞ് തേർഡ് ലെയർ ആയിട്ട് വെക്കുന്നത് വാനില സ്പോഞ്ചിൽ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ സ്പാനിഷ് ഡിലൈറ്റ് ക്രീം. അഞ്ചാമത്തെ ലെയർ ആയിട്ട് വാനില സ്പോഞ്ചും 6ാമത്തെ ലെയർ ആയിട്ട് വാനില ക്രീമുമാണ് വെക്കുന്നത്. ഇതൊക്കെ ഇവിടെ വരെ സാധാരണയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള സ്ട്രോബെറി എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക, കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ശരിക്കും ഡ്രീം കേക്ക് ഒരു ടിൻ അങ്ങനത്തെ ബോക്സിലാണ് ചെയ്യുക. പിന്നെ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് അല്ലേ, ഒരു ഇവന്റ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാൻ ഇത്തിരി കൂടി ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്ട്രോബെറീസ് ഒക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്. ഇനി അത് കഴിഞ്ഞ് 7ാമത്തെ ലെയറായിട്ട് ഞാൻ വെച്ചത് സ്ലൈസ് ചെയ്തിട്ടുള്ള ഫ്രഷ് സ്ട്രോബെറീസ് ആണ്. കാരണം അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരിക്കും ഈ കേക്കിലേക്ക് കൊടുക്കാതെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ചോക്ലേറ്റ് അതേപോലെ തന്നെ മധുരമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇത്തിരി പുളിയും അങ്ങനെ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു പ്രസൻസും കൂടി വരുമ്പോൾ അത് നല്ലതായിരിക്കും തോന്നി. അതിൻ്റെ ഏറ്റവും മുകളിൽ ഡ്രീം കേക്കിത്തെ പോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷാണ് ചെയ്തത്. അത് ഞാൻ ഹർഷീസിൻ്റെ കിസസും അങ്ങനത്തെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും മുകളിലും ഇതേപോലെ തന്നെ ഹാർഡ് ലെയർ ഓഫ് ചോക്ലേറ്റ് ആണ് ചെയ്തത്. അത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു എയ്റോ എന്ന് പറഞ്ഞിട്ടൊരു ചോക്ലേറ്റും അതേപോലെ തന്നെ ഹർഷീസിൻ്റെ കിസസും ഇത് വെച്ചിട്ടാണ് ആ ലാസ്റ്റ് ഹാർഡ് ലെയർ ചെയ്തത്. ഇനി ഡ്രീം കേക്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയായിട്ട് അതിൽ ലാസ്റ്റ് ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കൊക്കോ പൗഡർ ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി സ്പാനിഷ് ഡിലൈറ്റ് ആഡ് ചെയ്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ്, അതായത് 10th ലെയർ ആയിട്ട് ആഡ് ചെയ്തത് ബൂസ്റ്റിൻ്റെ പൗഡറാണ്. കാരണം അതാകുമ്പോൾ ഇത്തിരിയും കൂടി ആ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഫ്ലേവറിനോട് അടുത്ത് നിൽക്കണ കാരണം ഞാൻ അതാണ് അതിലേക്ക് വെച്ചത്. ലാസ്റ്റ് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ലെയർ നന്നായിട്ട് ഹാർഡ് ആവണം. അതിങ്ങനെ കുത്തിപ്പൊട്ടിച്ചെടുക്കണതാണല്ലോ ഡ്രീം കേക്കിൻ്റെ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ്. 10th ലെയർ ആയിട്ട് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ടാണ് ഈ കേക്ക് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് കാണുമ്പോൾ ഇത്ര അധികം ഫ്ലേവേഴ്സും ഇത്ര ലെയേഴ്സ് ഒക്കെ വരുമ്പോൾ അത് ഇച്ചിരി ഓവർ ആവില്ലേ ടേസ്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ കേക്ക് കഴിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിയാക്ഷനൊക്കെ ക്രിസ്മസ് വ്ലോഗിൽ വരുന്നുണ്ട്. ആരും ഇത് കാണാൻ വേണ്ടി മറക്കരുത്. അതേപോലെ തന്നെ ഈ കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് ഒരു ഇത്തിരി ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയോടുകൂടിയാണ് ഇനി കിച്ചണറിലേക്ക് പോകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. എല്ലാവരും അങ്ങോട്ടേക്കാണ് വരിക. അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്നൊക്കെ കാണാൻ വേണ്ടി എന്തായാലും എല്ലാവരും അടുത്ത വീഡിയോയും കൂടി മറക്കാണ്ട് കാണണം. അധികം വേഗാണ്ട് ചാനലിൽ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവർക്കും ബൈ.